കവിതാരാമത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് ക്രിസ്ത്യൻ കവിതാരചനാ രംഗത്ത് വേറിട്ട ശബ്ദമായി മാറിയ PK ഗീവർഗീസിൻ്റെ കവിതകളാണ് ഇന്ന് കവിതാരാമത്തിൽ. 33 വർഷം അധ്യാപകനായി പ്രവർത്തിച്ച് ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ 2001 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. ദൈവം തനിക്ക് ദാനമായി നൽകിയ താലന്തുകളെ ശരിയായ രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി വിനിയോഗിക്കുക വഴി കാവ്യരചനാരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ PK ഗീവർഗീസിന് സാധിച്ചു. തിരുവവതാരം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും സഭ വിശ്വസിച്ചു വരുന്നതുമായ ആചരിച്ചു വരുന്നതുമായ സത്യങ്ങളുടെ വിവരണം ഈ കവിതയിൽ വെളിപ്പെടുത്തുകയാണ്. കരുണാമയനാം യേശു കാലത്തിൻ തികവിങ്കൽ തിരുവവതാരം ചെയ്തു ബേദലഹേംപുരി തന്നിൽ. രക്ഷകനേശു പിറക്കും, ഭൂവിൽ ശാന്തി പരക്കും, മാനവപാപം പോക്കും, ദൈവത്തിൻ സുതരാക്കും. ഗബ്രിയേലൊരു നാളിൽ മറിയത്തോടറിയിച്ചു, നിനക്കു വന്ദനമുണ്ട്, കൃപ നീ പ്രാപിച്ചല്ലോ. ദൈവം നിന്നോടു കൂടെ, നീ മകനെ പ്രസവിക്കും, അവനുടെ പേരാണേശു, അവനാണിമ്മാനുവേൽ. അവനോ വലിയവനാകും, ദൈവസുതൻ പേരാകും, ദൈവം അവനു കൊടുക്കും ദാവീദു സിംഹാസനവും. അവനെന്നേക്കും രാജൻ, യാക്കോബിൻ ഭവനത്തിൽ ആ രാജ്യം നിലനിൽക്കും, അവസാനവും അതിനില്ല. മറിയം മറുപടിയായി ദൂതനോടേവം ചൊന്നു, പുരുഷനെ ഞാനറിയില്ല, പിന്നെങ്ങനെ ഇതു സാധ്യം. ദൂതൻ പുനരുര ചെയ്തു, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതനുടെ ശക്തി നിന്നിൽ നിഴലിട്ടിടും. അതിനാലൊരുവായി തീരും പരിശുദ്ധ പ്രജ യേശു, ദൈവത്തിൻ സന്നിധിയിൽ ഒന്നും അസാധ്യമതല്ല. മറിയം കേട്ടു വചിച്ചു, ഞാൻ കർത്താവിൻ ദാസി, നിന്നുടെ വാക്കതുപോലെ എന്നിൽ നിറവേറട്ടെ. കാലത്തിൻ ഗതിചക്രം ചാലേ ഉരുളുകയായി, പരിശുദ്ധാത്മാവാലേ കന്യക ഗർഭിണിയായി. ആ നാളുകളിൽ മറിയം യഹൂദ്യ മലനാട്ടിൽ എലിസബത്തരികത്തി പാർത്തൊരു 3 മാസം. ഒരു നാൾ മറിയമടങ്ങി നസറേത്തിങ്കലുമെത്തി, എല്ലാം ഹൃത്തിലൊതുക്കി ഭവനം തന്നിലൊതുങ്ങി. പിന്നൊരു നാളിൽ കേൾപ്പു, പേർ വഴി ചാർത്തിയിടേണം, എങ്ങനെ പോകാനൊക്കും, പോകാതെങ്ങനെയൊക്കും. നീതിമാനാം യോസഫ് സഹധർമ്മിണിയെ കൂട്ടി ബേദലഹേമിനെ നോക്കി ചാർത്തപ്പെടുവാൻ പോയി. ഒരുവിധം അവരവിടെത്തി, പേർ വഴി ചാർത്താനെത്തി, വഴിയമ്പലമൊന്നെത്തി, പ്രസവാവശ്യവുമെത്തി. ഇടമെവിടെങ്കിലുമുണ്ടോ, ഒഴിവെവിടെങ്കിലുമുണ്ടോ, വേദനയോടൊരു ചോദ്യം ബേദലഹേംപുരി കേട്ടു. ഇടമെവിടെങ്കിലുമുണ്ടോ, ഒഴിവെവിടെങ്കിലുമുണ്ടോ, വേദനയോടൊരു ചോദ്യം ബേദലഹേംപുരി കേട്ടു. ഉത്തരമെത്തി കൃത്യം, ഇടമിവിടില്ല സത്യം, എന്നാൽ ജനന കർമ്മം ഒഴിവാകില്ലതു സത്യം. ദൈവികമാം നിയോഗം നിറവേറേണ്ടതു യോഗ്യം, ഭൂവിനു വന്നൊരു യോഗം
ഭാഗ്യം തൻ അവതാരം. ബേദലഹേമിൽ കാലി കൂട്ടിലമർന്നു സ്വർഗം, ഭൂതലമിതിലെ മോദം പൂരിതമാക്കി ദൈവം. ദൂതന്മാരുടെ സംഘം ആകാശത്തിൽ നിരന്നു, ഒന്നായി ചേർന്നവർ പാടി പുതുമോദത്തിൻ ഗീതം. ഉന്നത ദൈവത്തിന് അത്യുന്നതിയിൽ മഹത്വം, ഭൂമിയിലോ നൽ ശാന്തി ദൈവപ്രീതർക്കായി. ആട്ടിടയന്മാരെത്തി, വിദ്വാൻമാർ പിന്നെത്തി, നക്ഷത്രം മേലെത്തി, രക്ഷകനരികത്തെത്തി. പോകാം നാമും പോകാം, ബേദലഹേമിനു പോകാം, മന്നനു പൊന്നും മോരും കുന്തിരുക്കവുമായി പോകാം. നിക്ഷേപത്തിൻ പാത്രം രക്ഷകസവിധം വയ്ക്കാം, കാഴ്ചകളേകി വണങ്ങാം, വേറെ വഴിയെ മടങ്ങാം. നിക്ഷേപത്തിൻ പാത്രം രക്ഷകസവിധം വയ്ക്കാം, കാഴ്ചകളേകി വണങ്ങാം, വേറെ വഴിയെ മടങ്ങാം. രൂത്ത് വിശുദ്ധ വേദപുസ്തകത്തിലെ 8ാമത്തെ പുസ്തകമായ രൂത്ത്, 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രം ആണ് രൂത്ത്. ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പങ്കുചേരുവാൻ അവകാശമോ സാധ്യതയോ ഇല്ലാതിരുന്നതായ രൂത്ത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അംഗമായി തീർന്നതാണ് ഈ കവിതയുടെ പ്രതിപാദ്യമായ വിഷയം. രൂത്തൊരുത്തിയൊരു മോവാബ്യ സ്ത്രീ ക്രിസ്തുവിൻ വംശാവലിയിലെത്തി. സാധ്യമോ എന്നു നനച്ചിതെങ്കിൽ സാധ്യമായി തീർത്തതു ദൈവമത്രേ. ബേഥേലിൽ നിന്നുള്ള എലീമേലേക്ക് തന്നുടെ ഭാര്യ നവോമിയൊപ്പം മക്കളിരുവരെ കൂട്ടിക്കൊണ്ട് മോവാബ് ദേശത്തു ചെന്നു പാർത്തു. മഹ്ലോനു മണവാട്ടിയായതാരോ മഹിളയാം രൂത്തവൾ യോഗ്യവതി. കല്യാണപ്രായമങ്ങെത്തിയപ്പോൾ കില്യോനു ഭാര്യയായി ഓർപ്പയെത്തി. കാലം കുറച്ചു കടന്നുപോയി, എലീമേലേക്കും കടന്നുപോയി. മക്കളിരുവരാം ആൺതരികൾ, മഹ്ലോൻ കില്യോനും മരിച്ചുപോയി. കണ്ടാലും ഇന്നു നവോമിയമ്മ 2 വിധവകൾക്കമ്മായിയമ്മ. മുന്നമേതാനും വിധവ, ഇപ്പോൾ 3 വിധവകൾ ഒറ്റ വീട്ടിൽ. ക്ഷാമത്തിൽ നിന്നുള്ള രക്ഷയ്ക്കല്ലേ ക്ഷേമ ബേഥേലേം ഉപേക്ഷിച്ചത്. എത്ര നാളിങ്ങനെ ജീവിക്കണം, ഇത്രയ്ക്കും ഞങ്ങൾ ദോഷികളോ. ബേത്ലഹേം വിട്ടതിൻ കോപമാണോ, മോവാബ് ദേശത്തിൻ ശാപമാണോ. പട്ടിണി കൊണ്ടു മരിക്കാതെയാ പട്ടണം വിട്ടത് കുറ്റമാണോ. എങ്കിലും ദൈവമേ നീയൻ ദൈവം, ഏകുന്നതെന്തും ഞാൻ ഏറ്റുകൊള്ളും. എൻ്റെ സ്ഥിതി ദൈവം മാറ്റിത്തരും എന്നുറപ്പിച്ചു നവോമി പാർത്തു. 10 സംവത്സരങ്ങൾ കഴിഞ്ഞു, പുത്തനൊരു വാർത്ത കാതിലെത്തി. ബേഥലഹേമിലെ ക്ഷാമം തീർന്നു, ദൈവം ജനങ്ങളെ സന്ദർശിച്ചു. മക്കളെ നിങ്ങൾ തൻ ഭാവിക്കായി പാർക്കുവിൻ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ. വീണ്ടും വിവാഹിതരായിടുവീൻ, പണ്ടേപ്പോൾ സന്തോഷിച്ചു വസിപ്പിൻ. ഞങ്ങളും അമ്മയെ പിൻഗമിക്കും, ഞങ്ങളോ നിന്നെ പിരിയുകില്ല. ഒപ്പം നിന്നേവം പറഞ്ഞെങ്കിലും ഓർപ്പ ചുംബിച്ചു പിരിഞ്ഞുപോയി. രൂത്തു നവോമിയോടൊത്തുനിന്നു, വിട്ടുമാറാതവൾ പറ്റി നിന്നു. നാടിനെ ദേവനെ വിട്ടുനിന്നു, അമ്മാവി അമ്മയോടൊട്ടി നിന്നു. അമ്മേ നീ എന്നമ്മ നല്ലമ്മ താൻ, ഉമ്മ തന്നു പിരിയാനില്ല ഞാൻ. അമ്മയ്ക്കൊരു തുണ വേറാരിനി,
ചെമ്മേ അതിനാൽ ഞാൻ അമ്മേ നോക്കും. നീ പോകുന്നിടത്തു ഞാനും പോരും, നീ പാർക്കുന്നിടത്തു ഞാനും പാർക്കും. നിന്റെ ജനം എല്ലാം എൻ്റെ ജനം, നിന്റെ ദൈവം തന്നെ എൻ്റെ ദൈവം. മരണത്താലല്ലാതെ പിരിയുകില്ല, മരണമെനിക്കും നിൻ മരണസ്ഥലം. ഒന്നിച്ചു തന്നെ നാം മുന്നോട്ടു പോം, നിന്നെ അടക്കുന്നിടം എനിക്കും. മോവാബ് വിട്ടവർ ബേത്ലഹേമിൽ യവക്കൊയ്ത്തിൻ കാലത്തെത്തുകയായി. കാലമൊട്ടും തന്നെ പാഴാക്കാതെ കാലാപെറുക്കുവാൻ പോയി രൂത്ത്. യോഗ്യൻ ധനവാൻ ബോവസ് വയലിൽ ഭാഗ്യവശാല വേളെത്തുകയായി. നല്ലവൻ വേലക്കാർക്കെല്ലാവർക്കും നല്ലതു നേരുന്നവനാണ് ബോവസ്. ഇത്രയടക്കമോ ദുഃഖമുള്ള, ഇത്രമേൽ സ്നേഹം കരുതലുള്ള യൗവനക്കാരി വേറെങ്ങുമില്ല. ബോവസതു മനസ്സിൽ കുറിച്ചു. നവോമിക്കൊപ്പമിങ്ങെത്തിയവൾ മോവാബുകാരി യുവതി ഇവൾ. മഹ്ളോൻ്റെ പത്നി പദം വഹിച്ചോൾ, യാഹെന്ന ദൈവത്തിലാശ്രയിച്ചോൾ. നാളുകൾ ചിലതു കടന്നുപോയി, രൂത്ത് താൻ ബോവസിൻ ഭാര്യയായി. ഓബേദവർക്കു ജനിച്ച മകൻ ദാവീദ് ഓബേദിൻ്റെ കൊച്ചുമകൻ. ദാവീദ് വംശത്തിൽ തന്നെയല്ലോ ഭൂവിൻ രക്ഷകൻ യേശു പിറന്നു. രൂത്തവൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ താരമായി. ദാവീദ് വംശത്തിൽ തന്നെയല്ലോ ഭൂവിൻ രക്ഷകൻ യേശു പിറന്നു. രൂത്തവൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ വംശാവലിയിലെ താരമായി. അത്യുന്നതനാം ദൈവം. ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുവാനോ വർണ്ണിച്ചു തീർക്കുവാനോ ഒന്നും മനുഷ്യർക്ക് സാധ്യമല്ല. ദൈവവചനത്തിൽ കൂടെ വെളിപ്പെട്ടതായ ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവ് പരസ്പരം പങ്കുവെക്കുന്നത് നമുക്ക് നല്ലതാണ്, വിശ്വാസത്തിൽ വളരുവാൻ. അങ്ങനെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെ, അവൻ്റെ വല്ലഭത്വത്തെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ആലപിക്കുന്നത്. അത്യുന്നതനാം ദൈവത്തെ വർണ്ണിപ്പതു സാധ്യമതോ? അത്യത്ഭുതനാണ് അതിപരിശുദ്ധൻ അധിപതിയാമേകൻ. കർത്താധീകർത്താവാം തന്നെ വാഴ്ത്തുക നാമെന്നും. അതിനുതകണമീ കവിതാലാപനം അതിനുടെ കേൾവിയതും. നമ്മുടെ ദൈവം നിത്യപിതാവാം അത്യുന്നതനല്ലോ. നന്മകളേകി നമ്മെ നടത്തും കരുണാമയനല്ലോ. തിന്മകളൊക്കെ തന്മക്കൾക്കായി നന്മകളാക്കുന്നോൻ. നന്മയ്ക്കായിട്ടെല്ലാം കൂട്ടി വരുത്തിയിടും താതൻ. ആകാശപരിമാണത്തിനു ചാൺ മാത്രം മതിയായോൻ. ആകയുമൂഴിപ്പൊടിയൊരു നാഴിക്കുള്ളിൽ കൊള്ളിപ്പോൻ. താരകനിരയെ തരാതരത്തിൽ വാനിൽ നിർത്തുന്നോൻ. താരഗണങ്ങൾക്കോരോന്നിനും പേരു വിളിക്കുന്നോൻ. ആഴിക്കാഴമൊരുക്കി ഭൂജലമവയിലൊതുക്കിയവൻ. ആഴികൾ ഊഴി വിഴുങ്ങിയിടായി വാൻമണലാൽ അതിരിട്ടോൻ. മഞ്ഞിൻ ശൂന്യത നീക്കി വെളിച്ചം കൽപ്പിച്ചാക്കിയവൻ. മഞ്ഞിടമിതിലെ ഉന്നതികൾ മേൽ നടകൊള്ളുന്നോൻ താൻ. ഏതൻ നഷ്ടപ്പെട്ടോരാദം ഹൗവ സന്തതികൾ. 10-ാം തലമുറ നോഹയും 20-ൽ അബ്രാഹാം വരെയും. സന്തതിയില്ലാതെ അബ്രാഹാം സാറാ ദമ്പതിമാർക്കോ വാർദ്ധക്യത്തിൽ സന്തതിയെ നൽകിയ ദയവാൻ ദൈവം. ഊരെന്നൂരിനു പേരാകും പിതൃദേശമുപേക്ഷിച്ച തേരഹുപുത്രൻ അബ്രാഹാമിനു സ്നേഹിതനാം ദൈവം. മോരിയാമേൽ ഇസഹാക്കിനെ ബലി നൽകാൻ കൽപ്പിച്ചോൻ. കരുതി പകരമൊരാടിനെ അനുസരണം പാലിച്ചോനായി.
നിന്നുടെ പേർ വലുതാക്കും, നീയൊരനുഗ്രഹമായിടും. നിന്നിൽ മാനവവംശം മുറ്റും അനുഗ്രഹമേറ്റിടും. ഇനിമേൽ നീയോ ബഹുജാതികളുടെ താതനുമായിടും. എന്നരുളി ചെയ്തവനെ അനുഗ്രഹപാത്രമതാക്കിയവൻ. പരിശോധനകൾ വിജയിച്ചെത്തിയ പാവനനാം യോസേഫ് പരമവിശുദ്ധിയിൽ മിസ്രൈം രാജ്യേ പരിശോഭിതനായി. 20 കാശിനു വിറ്റ സഹോദരരെയും കൂട്ടരെയും പരിരക്ഷിക്കാൻ അവനെ മുന്നമയച്ചതുമീ ദൈവം. 400 ആണ്ടുകൾ ഊഴിയ വേലയിൽ ആ മിസ്രൈം നാട്ടിൽ ദിനവും ചുട്ടിട്ടിഷ്ടിക എണ്ണം തികയാതായപ്പോൾ താനേ തീവക തേടവെ നെടുവീർപ്പിട്ടു കരഞ്ഞപ്പോൾ തേനിടമെത്താൻ മോശയെ ഉപയോഗിച്ചതുമീ ദൈവം. എബ്രായർക്കു പിറക്കും ആൺമക്കളെയെല്ലാം തന്നെ സൂത്രത്തിൽ കൊല ചെയ്യാൻ സൂതീകർമ്മിണികളെയാക്കി. എബ്രായത്തികൾ തിറമുള്ളോർ പ്രസവിക്കും നേരത്തെ ക്ഷിപ്ര പൂവ ചൊന്നവരങ്ങനെ അവരും പെരുകുകയായി. വിട്ടുതരില്ല ഇസ്രായേലിനെ എന്നോദിയ ഫറവോനെ കൊട്ടാരം വരെ എത്തിയ മൃതിയാൽ നേരിട്ടൊന്നാഥൻ. ചെങ്കടലിങ്കൽ അരിനിര ശവമായി തീർന്നതു കണ്ട ജനം അക്കരെ എത്തി തപ്പൊട് നൃത്തം ചെയ്യാൻ കൃപ ചെയ്തോൻ. മോചിത ജനതയ്ക്കാഗമനത്തിനു വീതിയൊരുക്കിയവൻ. മോഹന നാടു കനാനേകും വരെ മന്ന നൽകിയവൻ. മരുഭൂയാത്രയ്ക്കെന്നും തണലായി ഒളിയായി തൂണുകളെ കരുതിയവൻ. തരുശിഖരത്താൽ മരുമാറ മാറ്റിയവൻ. ക്ഷീണിച്ചങ്ങനെ പേടിച്ച ചൂരച്ചെടിയൻ കീഴിൽ പ്രാണൻ വെടിയുവതത്രേ നന്നോദിയൊരേല്യാവേ. ചൂടട തോയ തുരുത്തികളാൽ പുതു ചൈതന്യം നൽകി. ചടുലം ഹോരേബെത്താൻ 40 രാപ്പകൽ ബലമേകി. അവനുടെ നിലമതിൽ ഉഴവു നടത്തും ഏലീശായിന്മേൽ ദിവമേറിപ്പോം ഏലിയ ഗുരു തൻ്റെ പുതപ്പിട്ടു. എവിടെ ഏലിയാവിൻ ദൈവം ചോദിച്ചെന്നാലോ അവനാൽ തന്നെ യോർദാൻ വിഭജിച്ചക്കരെ എത്തിച്ചോൻ. തൻ ജനമാകും ഇസ്രായേലിനു ഭീഷണിയായി വന്ന വഞ്ചന നിവഹമശൂർ വംശത്തിൻ പാളയവാസത്തിൽ 1,85,000 സൈന്യത്തെ ഒരു രാവിൽ തൻ ദൂതനെ നിയമിച്ചു അവരെ ഒടുക്കിയവൻ. ഊസ്ദേശത്തെ നിർമ്മലനാം ഇയ്യോബിനെയും സാത്താൻ ഖേദം പെരുകും പല ബാധകളാൽ പരിശോധിച്ചപ്പോൾ വേദനഗാത്രം മിത്രകളത്രമതത്ര വെറുത്തവനെ ആദ്യത്തേതിലുമധികം നന്മകളേകി ഉയർത്തിയവൻ. തന്നുന്നതിയിൽ നിഗളം പൂണ്ട നെബൂഖദ്നേസറിനോ വന്യമൃഗങ്ങൾക്കൊപ്പം കാനനവാസം നൽകിയവൻ. ഉന്നത ദൈവം വാഴുന്നൂഴി രാജത്വത്തിന്മേൽ എന്നര ചെയ്യാൻ അന്നരജൻ തൻ അധരമൊരുക്കിയവൻ. എരിതി ചൂളയ്ക്കേഴുമടങ്ങായി ചൂടേറ്റിയ പിൻപേ വീരയുവാക്കൾ എബ്രായന്മാർ 3 സംഘത്തെ ബാബേൽ അരജൻ കൽപ്പിച്ച തീച്ചൂളയിലിട്ടപ്പോൾ തീമണമേൽക്കാതവരെ കാത്തുപുറത്തു വരുത്തിയവൻ. ദൈവത്തിൻ പക്ഷത്തായി നിന്നതു മൂലം ദാനിയേൽ മേവുമസൂയക്കാരുടെ ചതിയാൽ സിംഹത്തിൻ ഗുഹയിൽ എറിയപ്പെട്ടെന്നാകിലും അവനെ തൊടുവാൻ കഴിയാതെ പെരിയ വിശപ്പോടമരും ഹരിയുടെ അധരമടപ്പിച്ചോൻ. മുന്നറിവിൽ തൻ നിർണയം അതിനാൽ നമ്മെ വിളിച്ചവനാം ഉന്നത വാനവതാതനു സുതരായി നമ്മെ തീർത്തിടുവാൻ. മണ്ണിൽ നിന്നുടൽ തന്നുയിർ തന്നോരുന്നതനെ വാഴ്ത്താം. മണ്ണും വിണ്ണും നിർമ്മിച്ചവനവനെന്നും വന്നിതനാം.
പാപത്തിനുടെ ശമ്പളമാം മരണത്തിനടിമകളായി കോപത്തിനിരയായി തീർന്നവരെ സ്വർഗം ചേർക്കാനായി മാനവരക്ഷാ പദ്ധതി കുരിശിൽ സമ്പൂർത്തി വരുത്തി. ഇനിമേൽ പാപവിമോചനമതിനൊരു ബലിയില്ലാതാക്കി. മന്നിൽ മാനവഹീനത നീക്കാനെന്നും പ്രാപ്തനവൻ. മനുജകുലത്തിൻ പാപം പോക്കി നടത്താൻ ശക്തനവൻ. എന്നും വാനവരൊന്നായി നന്നായി സ്തുതി ചെയ്തിടുന്ന ഉന്നതൻ അത്യുന്നതനാം അവനല്ലോ നമ്മുടെ ദൈവം. എന്നും വാനവരൊന്നായി നന്നായി സ്തുതി ചെയ്തിടുന്ന ഉന്നതൻ അത്യുന്നതനാം അവനല്ലോ നമ്മുടെ ദൈവം. കവിതാരാമത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.